നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശത്തിന്റെ കൊടുമുടിയിൽ കയറിയപ്പോൾ കത്തിപ്പിടിച്ചത് ശബ്ദരേഖയും കൈവിട്ട വാക്കുകളും. കേരളത്തിൽ UDFന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നടത്തിയ പോമോനെ വിജയ എന്ന പരിഹാസത്തിനാണ് ഇന്ന് മുഖ്യമന്ത്രി അതിരുവിട്ട ഭാഷയിൽ മറുപടിക്ക് തുനിഞ്ഞത്. ഡാഷ് മോനെ രേവന്ത മറുപടി പിന്നാലെ വരുന്നുണ്ടെന്നായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. രേവന്ത് റെഡ്ഡി പിണറായി വിജയനെ സംവാദത്തിന് വെല്ലുവിളിച്ചതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു പിണറായിയുടെ പ്രതികരണം. വിശദമായ മറുപടി പറയുന്നുണ്ടെന്നും തൽക്കാലം ഇത്ര മാത്രമേ പറയുന്നുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നേമത്ത് UDF നടത്തിയ റോഡ് ഷോയിൽ പോമോനെ വിജയ എന്നും പിണറായിയുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെന്നും കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തെലങ്കാനയുടെ വികസനത്തിൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തും രേവന്ത് റെഡ്ഡി പുറത്തുവിട്ടു. കത്തിൽ കോൺഗ്രസ് ഭരണത്തിലെ തെലങ്കാനയിലെ വികസനവും കേരളത്തിലെ വികസനവും താരതമ്യം ചെയ്യാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നീ പോമോനെ വിജയൻ വിളി അദ്ദേഹത്തിന്റെ കത്തിലും ആവർത്തിച്ചിരുന്നു. ഇതിനിടെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശകരമായ കൊട്ടിക്കലാശം വിവിധ നഗരങ്ങളിൽ നടന്നു. വാദ്യമേളങ്ങളും പ്രകടനങ്ങളുമായി മുന്നണികൾ ശക്തിപ്രകടനം നടത്തി. ഇനി ഒരു ദിനം നിശബ്ദ പ്രചാരണം. വ്യാഴാഴ്ച കേരളം വോട്ടിനായി ബൂത്തിലേക്ക് നീങ്ങി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡാഷ് മോനെ രേവന്ത പരാമർശത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ സമനില തെറ്റിയിരിക്കുകയാണെന്നും ഒന്നും കൂടി ചോദിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ആ ഡാഷും കൂടി പൂരിപ്പിച്ചേനെയെന്നും കേരളത്തിനത് എന്ത് നാണക്കേടായേനെയെന്നും VD സതീശൻ പ്രതികരിച്ചു. 2018 പ്രളയം കരിമണൽ ലോബിക്ക് വേണ്ടി ഉണ്ടാക്കിയതെന്ന കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടന്റെ ആരോപണം ഗൗരവതരമെന്ന് VD സതീശൻ പ്രതികരിച്ചു. മന്ത്രി K കൃഷ്ണൻകുട്ടിയും മാത്യു T തോമസും രാജിവെക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. LDF സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLA. കേരളത്തെ തകർത്ത 2018 മഹാപ്രളയം മനുഷ്യനിർമ്മിതമെന്ന് മാത്യു കുഴൽനാടൻ. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടേതാണെന്ന് അവകാശപ്പെട്ട ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ടാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഡാമുകൾ തുറക്കാതിരുന്നത് ഉദ്യോഗസ്ഥരുടെ അഴിമതിയെന്നാണ് ശബ്ദരേഖയിൽ. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത് മേരിമാത എന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയാണ്. ഇതിൽ മാത്യു T തോമസിനും പങ്കുണ്ടെന്നാണ് ശബ്ദരേഖയിൽ പറയുന്നത്. പ്രളയകാലത്ത് ജലസേചന വകുപ്പ് മന്ത്രിയാണ് K കൃഷ്ണൻകുട്ടി. തോട്ടപ്പള്ളി സ്പിൽവേ 1 മാസം മുൻപ് തുറക്കേണ്ടതാണ്. അത് തുറന്നാൽ താഴെയുള്ള മണൽത്തിട്ട വെള്ളം കൊണ്ടുപോകും. മേരിമാത എന്ന കരാർ കമ്പനിയാണ് കരാർ എടുത്തത്. ക്യൂബിക് മീറ്ററിന് 62 രൂപയ്ക്കാണ് അത് കൊടുത്തത്. മറിച്ചു വിറ്റാൽ 2000 രൂപ കിട്ടും. എല്ലാ ചെലവും കഴിഞ്ഞ് 300 കോടിയെങ്കിലും കിട്ടും. അതിനുവേണ്ടിയാണ് തുറക്കാതായത്. ജോഷി എന്ന് പറഞ്ഞ ചീഫ് എഞ്ചിനീയറും മാത്യു T തോമസും ചേർന്നാണ് ഇതെല്ലാം ചെയ്തത്. അങ്ങനെ പുണ്യവാനൊന്നും ചമയേണ്ട എന്നാണ് കൃഷ്ണൻകുട്ടിയുടേതിന് സാമ്യമുള്ള ശബ്ദരേഖയിൽ പറയുന്നത്. ശബ്ദരേഖ പുറത്തു വന്നത് LDFനെ വെട്ടിലാക്കി. 2018 മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന മാത്യു കുഴൽനാടൻ MLAയുടെ ആരോപണം തള്ളി മന്ത്രി K കൃഷ്ണൻകുട്ടി. കരിമണൽ ലോബിക്കായി തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരിക്കാൻ മാത്യു T തോമസ് ഇടപെട്ടുവെന്ന മാത്യു കുഴൽനാടന്റെ ആരോപണവും മന്ത്രി തള്ളി. മാത്യു T തോമസിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് K കൃഷ്ണൻകുട്ടിയുടേതെന്ന് പറയുന്ന ശബ്ദ സന്ദേശമാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത്. എന്നാൽ ശബ്ദ സന്ദേശം തന്റേതല്ലെന്നും AI ആണോ എന്ന് സംശയമുണ്ടോ എന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഓഡിയോ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പ്രളയം മനുഷ്യനിർമ്മിതമെങ്കിൽ എന്തുകൊണ്ട് കുഴൽനാടൻ സഭയിൽ ഉന്നയിച്ചില്ല? പ്രധാനമന്ത്രിയുടെ ഓഡിയോ വരെ വ്യാജമായി ഉണ്ടാക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കൃത്രിമമായി നിർമ്മിച്ച ഓഡിയോയാണിതെന്നും K കൃഷ്ണൻകുട്ടി ആരോപിച്ചു. മാത്യു കുഴൽനാടൻ ഉയർത്തിയത് ഗുരുതരമായ ആരോപണമാണെന്നും ഗൗരവമായി അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ നേരത്തെ താൻ കേട്ടതാണെന്നും VD സതീശൻ വ്യക്തമാക്കി. ശബ്ദരേഖ കേൾപ്പിച്ചാൽ തന്നില്ല, തെളിവില്ലാത്തതുകൊണ്ടാണ് ആരോപണം ഉന്നയിച്ച് രംഗത്തെത്താതിരുന്നതെന്നാണ് സതീശൻ പറയുന്നത്. ഇതിനിടെ 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത് കരിമണൽ ലോബിക്ക് വേണ്ടിയാണെന്നുമുള്ള മാത്യു കുഴൽനാടന്റെ ആരോപണം മാത്യു T തോമസ് തള്ളി. തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ വൈകിട്ടില്ല. മന്ത്രി K കൃഷ്ണൻകുട്ടി അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ല. കൃഷ്ണൻകുട്ടിയുടേതെന്ന് അവകാശപ്പെട്ട ഫോൺ സംഭാഷണത്തിൽ പറയുന്ന കമ്പനി എന്നും ശത്രുപക്ഷത്താണ്. അവർ ആവശ്യപ്പെട്ടതൊന്നും ചെയ്തു നൽകിയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ അവർ പ്രചാരണം നടത്തിയിരുന്നു. ഇത് ജനം വിശ്വസിക്കില്ല. മാത്യു കുഴൽനാടന്റേത് വിശ്വാസ്യതയില്ലാത്ത ആരോപണമാണെന്നും മാത്യു T തോമസ് പറഞ്ഞു. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള 2ാമത്തെ ഹർജിയിൽ സുരേഷ് ഗോപിക്ക് ആശ്വാസം. ഹർജി ഹൈക്കോടതി തള്ളി. തൃശൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിച്ച ജോഷി വില്ലടം നൽകിയ ഹർജിയാണ് തള്ളിയത്. ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹർജി തള്ളിയത്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം ആരോപിച്ചാണ് ജോഷി വില്ലടം ഹർജി നൽകിയത്. ആരോപണങ്ങളിൽ വിശദമായ തെളിവെടുപ്പിന്റെ ആവശ്യമില്ലെന്നും പ്രഥമ ദൃഷ്ടി ആരോപണത്തിൽ കഴമ്പില്ല എന്നുമാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരെ 2 ഹർജികളാണ് ഉണ്ടായിരുന്നത്. മതചിഹ്നം ഉപയോഗിച്ച് സുരേഷ് ഗോപി വോട്ട് തേടിയെന്ന ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. തൃശൂരിലെ ഒരു വോട്ടറാണ് ഈ ഹർജി നൽകിയത്. ഈ ഹർജി നിലനിൽക്കുമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു.
ആനക്കാംപൊയിൽ പുല്ലൂരമ്പാറ റോഡിൽ തേക്കിൻതോട്ടം ഇറക്കത്തിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിലിടിച്ച് മറിഞ്ഞ് ദമ്പതികൾ മരിച്ചു. ആനക്കാംപൊയിൽ പുത്തൻപുരയിൽ ഷിജു, ഭാര്യ ബിൻസി എന്നിവരാണ് മരിച്ചത്. തിരുവമ്പാടിയിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് ജീവനക്കാരിയായ ബിൻസിയെ കൊണ്ടുവിടാൻ പോകുന്ന വഴിയായിരുന്നു അപകടം. ഉടൻ തന്നെ നാട്ടുകാർ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നൂറാന്തോട് കൈതക്കാവിൽ കുടുംബാംഗമാണ് ബിൻസി. മക്കൾ അതുൽ, അമ്മയ്യ, ഇരുവരും വിദ്യാർത്ഥികൾ. ഉത്സവത്തിനിടെ ഇടഞ്ഞ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. പാലക്കാട് തടുക്കശ്ശേരി നാഗൻകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ സംഭവത്തിൽ പാപ്പാൻ രാമനാണ് മരിച്ചത്. കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. പകൽ ശീവേലിക്കിടെ തെക്കുംഭാഗം ദേശം എഴുന്നള്ളിച്ച ആനയാണ് ഇടഞ്ഞത്. വിരണ്ടോടിയ ആന സമീപത്തെ വീടുകളിലേക്ക് കയറാൻ ശ്രമിച്ചിരുന്നു. ഇതിനിടെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പാപ്പാനെ പത്തിരിപ്പാല സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹോർമുസ് തുറക്കുന്നതിനായി ട്രംപ് നൽകിയ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ മുന്നൊരുക്കങ്ങളുമായി ഇറാൻ ഭരണകൂടം. രാജ്യത്തെ പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് ചുറ്റും മനുഷ്യച്ചങ്ങല തീർക്കാൻ ഇറാൻ കായിക യുവജന മന്ത്രാലയം ഉപമന്ത്രി അലിറേസ റഹീമി ആഹ്വാനം ചെയ്തു. വൈദ്യുതി നിലയങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ബോംബ് വെച്ച് തകർക്കുമെന്ന US ഭീഷണിക്കെതിരെ പ്രതിഷേധിക്കാനാണ് ഈ നീക്കം. ആഗോള ഷിപ്പിംഗ് പാതയായ ഹോർമുസ് കടലെടുക്ക് ചൊവ്വാഴ്ച രാത്രി 8 മുൻപ് തുറന്നില്ലെങ്കിൽ ഇറാനെ തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അതേസമയം താൽക്കാലികമായി വെടിനിർത്താനുള്ള US നിർദ്ദേശങ്ങൾ ഇറാൻ തിങ്കളാഴ്ച തള്ളിക്കളഞ്ഞിരുന്നു. താൽക്കാലിക വെടിനിർത്തലല്ല, ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നാണ് അവരുടെ പ്രതികരണം. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.